സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 23 തിരുവചനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ടത് ഒരു ആശീർവാദ വചനമാണ്, ഒരു അനുഗ്രഹ വചനമാണ്. സാധാരണയായി ഓരോ ആരാധനകൾക്കും ശേഷം, ഓരോ ആത്മീയ കൂട്ടായ്മകൾക്കും ശേഷം ഏറ്റവും ഒടുവിൽ പുരോഹിതൻ അഥവാ ശുശ്രൂഷകൻ, ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവർ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ആശീർവാദമായി നൽകാറുണ്ട്. അതിലൊരു വചനമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പൗലോസ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ സ്ഥാപിതമായ ഫിലിപ്പിയിലെ വിശ്വാസികളെ അറിയിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ കൃപയുടെ മഹത്വം ഇത് അറിയിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ പല പ്രാവശ്യം അനുഭവിച്ചവനാണ്. ഒരു ക്രിസ്തീയ വിരോധിയായിരുന്ന ശൗലെന്ന മനുഷ്യൻ ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഉപദ്രവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, അതിന് ലൈസൻസ് ഉണ്ടായിരുന്ന മനുഷ്യൻ, മതഭ്രാന്ത് പിടിച്ച് ഓടി നടന്ന ഒരു മനുഷ്യൻ. എന്നാൽ ഒരു ദിവസം ദൈവത്തിൻ്റെ പ്രത്യക്ഷത അദ്ദേഹത്തിനുണ്ടാവുകയാണ്. ശൗലെന്ന ആ പേരുകാരൻ പിന്നത്തേതിൽ പൗലോസായി രൂപാന്തരപ്പെടുകയാണ്. ക്രിസ്തീയ വിരോധിയായ ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുകയാണ്. തുടർന്ന് യെരുശലേം മുതൽ ഇല്ലൂരിയ എന്ന പ്രദേശം വരെ സഞ്ചരിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ച മനുഷ്യൻ. സത്യവേദ പുസ്തകത്തിലെ ഏകദേശം 13 പുസ്തകങ്ങൾ എഴുതുവാൻ സർവശക്തനായ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവൻ, എണ്ണിക്കൂടാത്ത ആത്മാക്കളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചവൻ, അനേകയിടങ്ങളിൽ സഭകളെ സ്ഥാപിച്ചവൻ, അനേകം ശുശ്രൂഷകരെ സഭകൾക്ക് ശുശ്രൂഷയ്ക്കായി സ്ഥാപിച്ചവൻ. ഈ ലേഖനമെഴുതിയ പൗലോസിൻ്റെ ചില വിശേഷതകൾ മാത്രമാണ് പ്രസ്താവിക്കുവാനിടയായത്. വേദ പണ്ഡിതനും വാഗ്മിയും, അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരമുള്ളവനുമായിരുന്നു. ഒരു പ്രദേശത്ത് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ വിമർശിക്കത്തക്ക ജ്ഞാനമുള്ള വേദപണ്ഡിതൻ. ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയെ അനുഗ്രഹിച്ചു കൊണ്ട് പറയുകയാണ്,
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന്. നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് ഈ കർത്താവിൻ്റെ കൃപ. ആ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിത പ്രയാണത്തിന് വെളിച്ചമാണ്, അത് ശക്തിയാണ്, അത് ഒരു വലിയ അഭിഷേകമാണ്. തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വലിയ ദൈവകൃപയാണ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കുകയും പിന്നത്തേതിൽ എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നത്. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാൻ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന.